ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ബാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നതിനെക്കുറിച്ചുള്ളൊരു വിഷയമാണ്. അപ്പം ജസ്റ്റ് അതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വീഡിയോ മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ടൈറ്റിലിൽ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അതായത് ആ വിഷയത്തിൽ പറയുന്ന സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ബാൻ ചെയ്യുന്നത് നല്ലതാണോ. അപ്പം ആദ്യം തന്നെ എന്തിനാണ് നമ്മളൊരു സാധനം ബാൻ ചെയ്യുന്നതെന്ന് നോക്കാം. എന്തിനാണ് പൊതുവേ ഗവൺമെൻറ് ഒരു സബ്സ്റ്റൻസ് ബാൻ ചെയ്യുന്നത്? ബാൻ എന്ന് പറഞ്ഞ സംഭവം, ബാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനത്തിനെ നീക്കം ചെയ്യുകയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന്. അത് ഉപയോഗിക്കുന്നത് കുറ്റകൃത്യമായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു സാധനം ബാൻ ചെയ്താൽ അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ എന്തിനാണ് പൊതുവേ ഒരു സാധനം ബാൻ ചെയ്യുന്നത്? പൊതുവേ ഒരു സാധനം ഗവൺമെൻറ് ബാൻ ചെയ്യാൻ കാരണം അത് നമ്മുടെ സമൂഹത്തിന് ദോഷകരമാണ്, ഇല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം ദോഷകരമാണ്, ഏതെങ്കിലും രീതിയിൽ ദോഷകരമാണെങ്കിലാണ് ഗവൺമെൻറ് പൊതുവേ ഒരു സാധനം ബാൻ ചെയ്യുന്നത്. അതിനാണ് അങ്ങനൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്, ബാനിങ് എന്നൊരു ഐഡിയ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൊതുവേ കേൾക്കുന്ന കാര്യമാണ് ഈ ഗവൺമെൻറ്, ഫോർ എക്സാമ്പിൾ കേരളത്തിൽ തന്നെയാണെങ്കിൽ മദ്യവും സിഗരറ്റൊന്നും ബാൻ ചെയ്യുന്നില്ല, മറ്റുള്ള ലഹരികൾ ബാൻ ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പലയിടത്തും പറയുന്നത് കേൾക്കാം ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരെല്ലാം അതാണ്, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതെല്ലാം ഇങ്ങനെയാണ്, ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന മോശമാണ്. ഞാൻ പലയിടത്തും കേൾക്കും. ഇപ്പോൾ ചില ഡേറ്റിംഗ് ആപ്പിലൊക്കെ ഉണ്ട് ഡ്രഗ്സ് യൂസ് ചെയ്യൂ ലൈക്ക് അങ്ങനെ കാണാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവരാരും ഈ ഡ്രഗ്സിൻ്റെ അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ടുള്ള ഇത് പറയുന്നതെന്ന്. കാരണം വാട്ട് ഈസ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സിന്തറ്റിക്കലി ഉണ്ടാക്കി കെമിക്കലി ഉള്ള സാധനം, അത് നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം ഡ്രഗ്സാണ്. ലൈക്ക് ഇപ്പം നമ്മൾ മെഡിസിൻ ഉപയോഗിക്കുന്നില്ലേ, അത് ഡ്രഗ്സാണ്, അതൊക്കെ ഡ്രഗ്സ് തന്നെയാണ്. സോ ഡ്രഗ്സ് ബാൻ ചെയ്യണോ? ഡ്രഗ്സ് ബാൻ ചെയ്യുവാണെങ്കിൽ ഫാർമസ്യൂട്ടിക്കലി ഉള്ള ഇൻഡസ്ട്രി ഫുൾ ഡൗൺ ആവും. ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന MDMA ഇതൊക്കെ മാത്രമല്ല ഡ്രഗ്സ് ഉള്ളത്. പക്ഷേ മനുഷ്യരുടെ വിചാരം അത് മാത്രമാണ് അല്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ, അതായത് ഈ ലഹരി ഉൽപ്പന്നങ്ങളിൽ നിന്ന് നമ്മൾ പൊതുവേ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഡ്രഗ്സ് എന്ന്. പക്ഷേ അതൊന്നും അല്ല ഡ്രഗ്സ്. ആക്ച്വലി ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഈ ഹോളായിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസസ് നമ്മളിങ്ങനെ, അതായത് ഇപ്പോൾ മെഡിസിൻ ആണെങ്കിലും മെഡിക്കേഷൻ ആണെങ്കിലും എന്തിനു വേണ്ടി കൊടുക്കുന്നതിന് നമ്മൾ ഡ്രഗ്സ് എന്ന് പറയും. അപ്പോൾ പൊതുവേ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? നമ്മൾ ഉദ്ദേശിക്കുന്നത് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസിനെയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഹെഡിങ് അല്ലെങ്കിൽ ടൈറ്റിൽ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് നമ്മൾ ബാൻ ചെയ്യണോ എന്നതിനെക്കുറിച്ച് ഞാൻ ചെയ്യുന്നത്. അപ്പം സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ സൈക്കോ മീൻസ് നമ്മളിപ്പോൾ സൈക്കോ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇമോഷൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരെ കൊല്ലുകയോ എന്ത് വേണേലും ചെയ്യാവുന്ന ഒരാളായിട്ടാണ് നമ്മൾ പൊതുവെ സൈക്കോനെ സമൂഹം കാണുന്നത്. ബട്ട് ആക്ച്വലി ആ വേർഡ് ഉദ്ദേശിക്കുന്ന ബ്രെയിനുമായി റിലേറ്റ് ചെയ്ത്, ഇല്ലെങ്കിൽ മെൻ്റലി അങ്ങനെയുള്ള ഇത്. അതുകൊണ്ടാണ് സൈക്കോളജി, സൈക്കാട്രി, അതായത് ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതിനെയാണ് ആ ഒരു വേർഡിൽ വരുന്നത്. അപ്പോൾ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ ചില ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസസ് അത് നമ്മുടെ ബ്രെയിനെ എന്നാ പറയണ്ടേ, ബ്രെയിൻ ആക്ടിവിറ്റീനെ ഇപ്പം നമ്മൾ മാറ്റുന്ന പല ടൈപ്പ് ഓഫ് ഇതുണ്ട്. എന്നാലും നമ്മളെ അത് കുറച്ചുകൂടെ നമ്മുടെ കൺട്രോൾ അല്ലാതെയാക്കും. പല രീതിയിൽ നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് അത്. പക്ഷേ ഇപ്പം ആൾക്കാർ കാണുന്ന പോലെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പലയിടത്തും കേൾക്കാം ഈ MDMA അടിച്ചവർ കുറച്ച് പേടിക്കേണ്ടവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ച് ഇതാണ്, അങ്ങനെയൊക്കെ കേൾക്കാം. അതിപ്പോൾ ഓരോരുത്തരുടെ നേച്ചർ അനുസരിച്ചിരിക്കും. എല്ലാവരും ഇപ്പോൾ ഇത് ഞാൻ ഒരിക്കലും സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ജസ്റ്റ് എഡ്യൂക്കേഷൻ വീഡിയോ ആണ്. എന്താണ് ചെയ്യേണ്ടത് അതിനെതിരെ, അതിനെക്കുറിച്ചുള്ളൊരു ഇത് അങ്ങനെ സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ്. സോ ചിലപ്പോൾ ലെങ്തി ആയിരിക്കാം. എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇതൊരു പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ നടത്തുമ്പോൾ നമ്മളിങ്ങനെ പറയുന്ന പോലെ അതും പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഇത് പ്രിപ്പയർ ചെയ്തൊന്നുമല്ല, ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന രീതിയിൽ. ഇപ്പം നമ്മൾ ഡിബേറ്റിലൊക്കെ പറയുന്ന പോലെ ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോവാം. അങ്ങനെയാണ് വീഡിയോൻ്റെ ഒരു സ്ട്രക്ചർ ഇല്ല. ജസ്റ്റ് ആ ഒരു ഇതിലങ്ങ് സ്പോണ്ടാനിയസായി വരുന്ന കാര്യങ്ങളങ്ങ് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് നമ്മൾ എന്നാ പറയുന്നത്, നമ്മൾ വളരെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യുന്നൊരു സംഭവമാണത്. ആക്ച്വലി MDMA ഒക്കെ എങ്ങനെയാണ് നമ്മളെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ ബ്രെയിൻ ഇമോഷണലി ആണത് ഇത് ചെയ്യുന്നത്. അതൊരിക്കലും വേറെ രീതി, അതായത് നമ്മൾ MDMA ഒക്കെ അടിച്ച് കഴിയുമ്പം അടിക്കാൻ പറയുന്നതല്ല, അത് അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ഇമോഷണലാകും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആൽക്കഹോൾ അടിച്ച് കഴിയുമ്പോൾ പലവരും ഭയങ്കര ഇമോഷണൽ ആവുന്ന കണ്ടിട്ടില്ലേ? അത് ആൽക്കഹോൾ ഒരു ഡിപ്രസൻറ്റിൽ വരുന്നൊരു സാധനമാണ്. ചില സാധനങ്ങൾ ഭയങ്കര സ്റ്റിമുലേറ്റീവ്സ് ആണ്. ഇപ്പം നമ്മൾ
എ ഡി എച്ച് ഡിക്ക് ഉപയോഗിക്കുന്ന കുറേ മരുന്നുകളുണ്ട്. ഇപ്പം ഇൻസ്പിറാൾ പോലെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റിമുലൻസ് ആണ്. കാരണം അത് കഴിക്കുമ്പോൾ നമുക്ക് മോർ സ്റ്റിമുലേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഭയങ്കര എനർജറ്റിക് മൂഡില്ലെങ്കിൽ എന്നാ പറയണ്ടേ, മോർ ഒരു സ്റ്റിമുലേറ്റിംഗ് ആണ് അതൊക്കെ. അപ്പം ചില ഡ്രഗ്സ് അങ്ങനെയാണ്. ഇപ്പോൾ നിക്കോട്ടിൻ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. ആൽക്കഹോൾ ഡിപ്രസൻ്റ് ആണ്. അപ്പോൾ MDMA അതേപോലെ ബ്രെയിനിൻ്റെ ഒരു എന്നാ പറയണ്ടേ ഇമോഷണൽ ഇതിൽ അതിനെക്കുറിച്ച് കൂടുതൽ കെമിസ്ട്രി ഇതൊന്നും എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ചെല്ലാം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അത് ബേസിക്കലി അതാണെന്നുള്ളൊരു അറിവ് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഞാൻ കൂടുതൽ എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല. എന്നാലും ഇമോഷണലി ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെ ഒരാളെ ഡേഞ്ചറാക്കും? ചിലപ്പോൾ ഡേഞ്ചർ ആക്കാനുള്ള കാരണങ്ങൾ ഉണ്ടായേക്കാം. അതായത് ഓൾറെഡി ഒരാൾ ഭയങ്കര കുറ്റകൃത്യമൊക്കെ ചെയ്യാൻ പ്രേരണ ഉള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ ഇപ്പം അതൊക്കെ എടുക്കുമ്പോൾ ബ്രെയിനിൽ തിങ്ക് ചെയ്യാനുള്ള ലൈക്ക് അതിന് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ ബ്രെയിനിൽ നമ്മൾ എന്ത് കഴിച്ചാലും നമുക്ക് അതിൻ്റേതായ രീതിയിലുള്ള അഫക്റ്റ് വരും. ഇപ്പം നമ്മൾ മധുരം കഴിച്ചാൽ നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടെ സ്ലോ ഡൗൺ ആവും. അതേപോലെ ഇപ്പോൾ ആൽക്കഹോൾ കുടിച്ചിട്ട് വണ്ടി ഓടിക്കരുതെന്ന് പറയാൻ കാരണം അത് നമ്മൾ നമ്മുടെ ഇപ്പം കോൺഷ്യസ്നെസ് ആണെങ്കിലും നമ്മൾ അവെയറോടെ നമ്മൾ പലതും ചെയ്യാൻ മോർ ധൈര്യം കിട്ടുന്ന പോലെ തോന്നും. അങ്ങനെയുള്ള ഫീലിങ്ങും പിന്നെ ലൈക്ക് റിയാക്ഷൻ ടൈം കുറയും. റിയാക്ഷൻ ടൈം കുറയുമ്പോൾ തന്നെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടും. സോ ഒരു വണ്ടി എതിരെ വന്നാൽ ബ്രേക്ക് ചെയ്ത് പിടിക്കാനുള്ള ദൂരം, ബ്രേക്ക് ചെയ്താൽ എത്ര ദൂരം കഴിഞ്ഞിട്ടാണ് വണ്ടി നിൽക്കുന്നത്, ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആൽക്കഹോൾ കുടിച്ച് വണ്ടി ഓടിക്കരുതെന്ന് പറയാൻ കാരണം. സോ അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പലയിടത്തും പറയുന്നത്. മദ്യം കുടിക്കുന്നതൊന്നും അത്ര വലിയ പ്രശ്നമല്ല, ഇത് കഴിക്കുന്നതൊന്നും അത്ര വലിയ പ്രശ്നമല്ല, പക്ഷേ MDMA അത് ഭയങ്കര വിഷയമാണ്. അങ്ങനെയൊക്കെ നമ്മൾ പൊതുവേ പറയുന്നത് കേൾക്കാം. MDMA പോലെയുള്ള സാധനങ്ങൾ അതൊക്കെ ഭയങ്കര വിഷയമാണ്. ഇപ്പോൾ ആൾക്കാർ ലൈക്ക് മദ്യം കുടിക്കുന്ന പോലെയാണ് MDMA കഴിക്കുന്നത്. അങ്ങനെയൊക്കെ എല്ലായിടത്തും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു പ്രസക്തിയില്ല. ഇതെല്ലാം കണക്കാണ്. ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ പല ന്യൂസ് ചാനലിൽ വരെ കണ്ടിട്ടുണ്ടാകും. ന്യൂസ് ചാനൽ കാണുന്നതെല്ലാം സത്യമാണെന്നില്ല. ന്യൂസ് ചാനൽ ചിലവർ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, ചിലവർ അവരുടെ റേറ്റിങ്ങിന് വേണ്ടി പലതും കുറച്ച് ഇതാക്കി പറയുന്നവരുണ്ടാവാം. ചിലവർ അറിഞ്ഞുകൊണ്ട് പറയുന്നതാവണമെന്നില്ല, അവർക്കതിൻ്റെ കെമിസ്ട്രി മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ട് പറയുന്നതായിരിക്കാം. സോ ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചാൽ മനസ്സിലാവും. ഇതിനെങ്ങനെയാണ് ബ്രെയിൻ, ഇപ്പോൾ ഫാർമക്കോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കെമിക്കൽ എങ്ങനെയാണ് ബ്രെയിനെ സ്വാധീനിക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഈ പറയുന്ന പല വസ്തുക്കളും ഇപ്പം നമ്മൾ കഞ്ചാവിനെ കുറ്റം പറയും. കഞ്ചാവൊന്നും സിഗരറ്റിൻ്റെ അത്രയും പോലും അഡിക്റ്റീവ് അല്ല, ഈവൻ കോഫീൻ്റെ അത്രയും പോലും അഡിക്റ്റീവ് അല്ല എന്ന് തോന്നുന്നു. അത്രയും ലെസ് അഡിക്റ്റീവ് ആയൊരു സാധനമാണ്. പക്ഷെ നമ്മളിപ്പം കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഇപ്പം കേരളത്തിൽ പല ബ്ലാക്ക് മാഫിയയിലൊക്കെ ഇറങ്ങുന്ന സാധനങ്ങൾ ജോയിൻ്റ്, അതുപോലെ ജോയിൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കി തന്നെയുണ്ട് ജോയിൻ ചെയ്യുക എന്നുള്ളത്. അത് വേറെ കഞ്ചാവുമായിട്ട് വേറെ സാധനങ്ങൾ ജോയിൻ ചെയ്തിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. പ്യുവർ കഞ്ചാവിൻ്റെ ഇലയല്ല. പിന്നെ ചിലവർ പറയുന്നതൊക്കെ ഓക്കെ പ്യുവർ കഞ്ചാവ് കുഴപ്പമൊന്നുമില്ല, ശിവൻ വലിച്ചിരുന്നു. ഓക്കെ ശിവൻ യൂസ് ചെയ്തെന്ന് വിചാരിച്ച് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടോ? അത് കുഴപ്പമൊന്നുമില്ല എന്നും പറയുന്നവരുണ്ട്. ഇതിനൊന്നും കുഴപ്പങ്ങളില്ല എന്നല്ല പറയുന്നത്, അതിൻ്റെ കുഴപ്പങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞു വരും. ചിലവർ പറയും ബാക്കിയുള്ള പോലെ കെമിക്കലല്ല കഞ്ചാവ് എന്ന് പറയുമ്പോൾ പ്യുവർ നാച്ചുറൽ എന്നുള്ളത്. അങ്ങനെയാണ് പലവരും ആയുർവേദം തന്നെ ഫോളോ ചെയ്യുന്നത്, കാരണം അത് നാച്ചുറൽ ഇല്ലെന്ന് വിചാരിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാച്ചുറൽ ഉള്ളതാണേലും എന്താണേലും കെമിക്കലാണ്. അതായത് കഞ്ചാവിലുള്ള കെമിക്കൽസ് ആണ് ആക്റ്റീവ് ചെയ്യുന്നത്. അത് നമ്മുടെ ബ്രെയിനിൽ കുറച്ച് റെസിപ്റ്റേഴ്സ് ഉണ്ട്. ചില സാധനങ്ങൾ നമ്മുടെ ബ്രെയിനിൽ, അതിനകത്ത് ചില കെമിക്കൽ ബ്രെയിനിലെ റെസിപ്റ്റേഴ്സിൽ വന്ന് പതിക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ ഡ്രഗ്സൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം ഓരോ ഡ്രഗ്സിൻ്റെ ആക്ടിവിറ്റി വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം എല്ലാ ഡ്രഗ്സും നമ്മൾ ഭയങ്കര രീതിയിൽ മോശമാക്കണമെന്നില്ല. പക്ഷേ അതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അഡിക്റ്റീവ് നേച്ചർ ഭയങ്കര കൂടുതലാണ്. ഇപ്പം നമ്മൾ അഡിക്റ്റ് ആയിപ്പോയാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ എന്നാ പറയണ്ടേ, നമ്മളിത് കഴിച്ചുകൊണ്ടിരുന്നു, നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഡോപ്പമീൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രെയിനാണ്. ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും വീഡിയോ, ഇതൊരു പോഡ്കാസ്റ്റ് പോലെ അങ്ങനെ ഒരു രീതി കണ്ടാൽ മതി. അങ്ങനെ കാണുന്നവർ മാത്രം കണ്ടാൽ മതിയായിരിക്കും, ഇല്ല ലെങ്തിയാണ് കുറച്ച്. നമ്മുടെ ബ്രെയിൻ പൊതുവേ എന്നാ പറയണ്ടേ ഡോപ്പമീൻ സീക്കിംഗ് ആണ്. അതങ്ങനെയാണ് എവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഡോപ്പമീൻ എന്ന് പറയുമ്പോൾ മോട്ടിവേഷൻ, റിവാർഡൊക്കെ കിട്ടുന്നൊരു സാധനമാണ്. നമ്മളൊരു സാധനം ചെയ്തു എന്ന് പോകുമ്പോൾ ഇനിയും ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്നത്. അത് പൊതുവേ ബ്രെയിന് അതായത് നമുക്ക് പണ്ട് കാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ അത് ആവശ്യമുള്ളത് കൊണ്ടാണ് അതൊരു സർവൈവൽ സ്കില്ലായി വന്നത്. അതായത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം ആ ഡോപ്പമൈൻ എന്ന് പറഞ്ഞ സാധനം ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും മരിച്ചു പോയാൽ നമുക്ക് കുട്ടികളുണ്ടാകത്തില്ല, പിന്നെ നമ്മളെ പുതിയ ജനറേഷൻ ഉണ്ടാകത്തില്ല, ഈ രീതിയിലൊരു ജനറേഷൻ ഫോം ചെയ്യത്തില്ല. അപ്പം അതിപ്പം ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമല്ല. ഓക്കെ അത് വിട്ടേക്ക്, അത് ഞാൻ ജസ്റ്റ് എവല്യൂഷണറി പറഞ്ഞാണ്. ഈ ഡോപ്പമൈൻ എല്ലാത്തിലും നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് മധുരം കഴിക്കുമ്പോൾ നമുക്ക് ഡോപ്പമൈൻ കിട്ടും. അതിനൊക്കെ അതിൻ്റേതായ എവല്യൂഷണറി റീസൺ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ വേറെ വീഡിയോ ചെയ്യാം. സോ അപ്പം അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ എന്ത് കഴിക്കുമ്പോഴും ഡോപ്പമീൻ കിട്ടുന്നത്. പണ്ട് എവല്യൂഷണറി അതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത്
അതുകൊണ്ടുള്ള വേറെ നമ്മളിപ്പം പഴയ പോലെ ഒരു സർവൈവൽ ആ ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരു എന്നാ പറയണ്ടേ അത്തരം പ്രതിസന്ധിയിലല്ല ജീവിക്കുന്നത്. അപ്പം അങ്ങനെ വന്നൊരു സിറ്റുവേഷനിൽ അതിൻ്റേതായ ദോഷവശങ്ങൾ നമ്മളെ ബാധിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ വ്യക്തമായി ചെയ്യാവുന്നതാണ്. അപ്പം അതുകൊണ്ട് ഉണ്ടായൊരു സാധനമാണ് ഈ ഡോപ്പമീൻ അഡിക്ഷൻ. അത് പൊതുവേ നമുക്കൊരു ഡോപ്പമീൻ തരുന്നൊരു സാധനം, അതായത് സുഖമുള്ളൊരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും ലൈക്ക് എന്നാ പറയണ്ടേ വേണമെന്നുള്ളൊരു ആസക്തി നമുക്ക് തോന്നും. നമുക്ക് വീണ്ടും അത് ലഭിച്ചാൽ കൊള്ളാമെന്ന് നമുക്ക് തോന്നും. അപ്പം വീണ്ടും എന്ന് പറയുമ്പോൾ ഒരേ സാധനം നമ്മളത് വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന ഈ ഡോപ്പമീൻ ഉണ്ടാക്കുന്ന കുറച്ച് എനർജി പിടിച്ച സംഭവമാണ്. അപ്പം ബ്രെയിൻ എന്ത് ചെയ്യും, അത് ഇപ്പം പിന്നെയും ആ ലെവലിൽ തന്നെ കിട്ടിക്കൊണ്ടിരുന്ന ഡോപ്പമീൻ കിട്ടത്തില്ല. അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ലെവലിൽ കിട്ടേണ്ടി വരും. എന്നാലേ ആ പണ്ട് കിട്ടിയ സാധനം സെയിം ലെവലിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം റീല് കാണാനൊക്കെ ആൾക്കാർ തുടങ്ങുവാണെങ്കിൽ ഇപ്പം ആദ്യമൊക്കെ ഒരു 5 മിനിറ്റ് റീല് കണ്ടാൽ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ 5 മിനിറ്റ് ഒന്നും അല്ലാതെയാവും. പിന്നെ 10 മിനിറ്റ് കാണണം, പിന്നെ അത് അരമണിക്കൂർ കാണണം, അങ്ങനെ പോയി തുടങ്ങും. കാരണം നമ്മുടെ ടോളറൻസ് ലെവൽ കുറയ്ക്കുവാണ്. അവിടെ ടോളറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ എത്ര നേരം ഇല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി കൊടുത്താലാണ് പണ്ട് ആ ഡോപ്പമീൻ കിട്ടുന്നതെന്നുള്ളതിന് മാറ്റം വരും. കാരണം ഡോപ്പമീൻ നല്ല എനർജി വേണ്ടതുകൊണ്ട് ആ സാധനം അത്രയും ലെവലിൽ തന്നെ പിന്നെയും കൊടുത്താൽ അതൊരു ബ്രെയിൻ്റെ മെക്കാനിസമാണ്. ആദ്യം കുറച്ച് കൊടുത്താൽ കിട്ടുമായിരിക്കും, പിന്നെ അതേ കൊടുത്താൽ അത് പ്രൊഡ്യൂസ് ആകത്തില്ല, കാരണം പിന്നെ അത് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് നോർമലായി മാറും. സോ നമുക്ക് നോർമലല്ലാതെ നമുക്ക് ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ, അതായത് അത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. അപ്പോൾ പിന്നെ അത് ഡോപ്പമൈൻ മോട്ടിവേഷൻ വേണ്ടി വരത്തില്ല. ഈ ഡോപ്പമൈൻ എന്ന് പറയുമ്പോൾ മോട്ടിവേഷൻ അതൊരു എക്സൈറ്ററി ഹോർമോണാണ്, പിന്നെയും വേണമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. സോ ഒരു വട്ടം കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെയും വേണമെന്നുള്ള തോന്നലുകൾ നമുക്ക് ഉണ്ടാവത്തില്ല. ഒരു വട്ടം അല്ലാതെ കുറച്ചൊന്നും യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ റുട്ടീൻ്റെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം നോർമൽ റുട്ടീൻ്റെ ഭാഗമായി മാറുമ്പോൾ എന്നാ ചെയ്യണ്ടേ, നമുക്ക് പിന്നെയും അത് ഒരു എക്സൈറ്ററി ഫാക്ടറായി മാറണമെങ്കിൽ നമ്മൾ അതിനെ കഴിഞ്ഞ് കൂടുതൽ എടുക്കണം. അപ്പോൾ ഇങ്ങനെ എടുത്ത് ലാസ്റ്റ് അങ്ങ് പോകും. അതാണ് ഈ ലഹരി യൂസ് ചെയ്യുന്നവർക്ക് പറ്റുന്നൊരു പ്രശ്നം. കാരണം അത് ഭയങ്കര അഡിക്റ്റീവാണ്. അതെന്തുകൊണ്ട് ഭയങ്കര അഡിക്റ്റീവാണെന്നോ അതിൻ്റെ കെമിക്കൽ റീസൺസ് ഒക്കെ മോർ കോംപ്ലക്സ് ആയിരിക്കും. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ധാരണയില്ല. അത് ഉണ്ടാക്കുന്ന ഡോപ്പമൈൻ്റെ ലെവലിൽ വ്യത്യാസം ഉണ്ടാകും. ചില സബ്സ്റ്റൻസസ് ഉണ്ട്, സൈക്കേഡിലിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഹാലുസിനേഷൻസും അങ്ങനത്തെ എഫക്റ്റൊക്കെ, ഇപ്പം സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉപയോഗിച്ചാൽ കിട്ടുന്ന പോലത്തെ ഹലൂസിനേഷൻ എഫക്റ്റൊക്കെ നൽകുന്ന സബ്സ്റ്റൻസ് ഉണ്ട്. പക്ഷേ അതൊന്നും അത്ര അഡിക്റ്റീവ് അല്ല. അതിനെക്കുറിച്ചുള്ള കൂടുതൽ എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്ക്രിപ്റ്റായിട്ടൊന്നും വന്നതല്ല, ജസ്റ്റ് എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമുക്ക് ഈ ഒരു ഡോപ്പമൈൻ സീക്കിങ്ങിൽ കൊണ്ടാണ് ഈ അഡിക്ഷൻ വരുന്നത്. അതായത് പിന്നെയും നമുക്കത് എടുക്കേണ്ടി വരും. അപ്പം നമ്മളൊന്ന് യൂസ്ഡ് ആയ അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് പെട്ടെന്നൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമുക്ക് ഭയങ്കര മോശം അനുഭവമായിരിക്കും. കാരണം അത് നോർമൽ ആയിക്കൊണ്ടിരുന്ന സാധനമാണ്. നമുക്ക് നോർമലി കിട്ടിക്കൊണ്ടിരുന്ന സാധനം അത് കിട്ടാതായ, ഇപ്പം നമ്മൾ ഭയങ്കര ഒരു വലിയ മാളികയിലൊക്കെയാണ് ജീവിക്കുന്നത്, ഭയങ്കര കാശും അതൊക്കെയുണ്ട്. പെട്ടെന്ന് നമ്മൾ കുറച്ച് പാവപ്പെട്ടവരായി പോയാൽ, ഭയങ്കര ടൈറ്റിലായി പോയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ? സെയിം ഇതാണ്. നമ്മൾ നല്ല രീതിയിൽ ഡോപ്പമൈൻ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ആ കെമിക്കൽ കിട്ടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അത് ആ കെമിക്കൽ ബ്രെയിൻ്റെ ആക്ടിവിറ്റിയിൽ മാറ്റം വരുത്തുന്നുണ്ട്. ആ കെമിക്കൽ കിട്ടാതായ പെട്ടെന്ന് പ്രശ്നമാവും. അപ്പോൾ അത് വേണം, അത് നോർമലി എൻ്റെ ബ്രെയിനിലുള്ളത് അതെനിക്ക് വേണം എന്നുള്ളതായിരിക്കും ബ്രെയിൻ ചിന്തിക്കുക. ബ്രെയിനിന് നമ്മളെ പോലെ എന്നാ പറയണ്ടേ, നമുക്ക് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിലും ആ ബ്രെയിന് ആ ബ്രെയിൻ്റെ ആ ഫാക്ടേഴ്സിന് അത് മനസ്സിലാകത്തില്ല. അത് വിചാരിക്കുന്നത് അതെനിക്ക് വേണം, അതെനിക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ചിട്ടാണ് അത് വീണ്ടും തേടുന്നത്. അതെന്തുകൊണ്ട് യൂസ്ഫുൾ ആവുന്നു എന്നുള്ളത് എവല്യൂഷണറി റീസൺസ് ഉണ്ട്. അത് ഞാൻ വേറെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് ഇതൊരു പ്രശ്നമായി മാറുന്നത്. കാരണം നമ്മൾ അത് കുറയ്ക്കാൻ നിന്നാൽ വിഡ്രോവൽ സിംറ്റംസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇപ്പോൾ കള്ളു കുടിക്കുന്നവർ അപ്പോൾ കുടിച്ചില്ലെങ്കിൽ വരാൻ തുടങ്ങും. അതേപോലെയാണ്. കാരണം അത് അപ്പോൾ ബ്രെയിന് വേണം. അത് നമുക്ക് മെല്ലെ ബ്രെയിനെ പിന്നെയും പരിശീലിപ്പിച്ചെടുക്കാം. ഇപ്പോൾ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞവർ നമ്മൾ കൂട്ടാൻ പരിശീലിപ്പിക്കുന്നില്ലേ, അതേപോലെ പരിശീലിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അതിനിപ്പോൾ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്, ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ്, അതിലൊക്കെ പോയി കുറച്ച് തരാവുന്നേ ഉള്ളൂ. ഇപ്പം ചില സാധനങ്ങളുണ്ട്. ലൈക്ക് ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ സോംബി ഡ്രഗ്സ് എന്ന് പറയുമ്പം ഡ്രഗ്സിൻ്റെ തീവ്രത ബാക്കിയുള്ളതിനെ കഴിഞ്ഞും ഭയങ്കര കൂടുതലാണ്. അത് ഒപ്പിയോഡ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട്. അത് പ്ലസ് സൈലേസിൻ എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് സോംബി ഡ്രഗ്സ്. ഈ സൈലേസിൻ ശരിക്കും എന്തോ ഒരു കാര്യത്തിന് വേണ്ടി കണ്ടുപിടിച്ചതായിരുന്നു, ഹ്യൂമൻ്റെ ബെനിഫിഷ്യലായിട്ട് കണ്ടുപിടിച്ചതായിരുന്നു. പക്ഷേ ബെനിഫിഷ്യൽ എന്നല്ല, എന്തോ ഒരു രോഗം ക്യൂർ ചെയ്യാൻ വേണ്ടി, ക്യാൻസർ ക്യൂർ ചെയ്യാനാണോ അതോ കിഡ്നി എന്തിൻ്റെയോ. പക്ഷേ അതിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ഇപ്പം അത് ഉപയോഗിക്കുമ്പോൾ ക്യാൻസർ ഡെവലപ്പ് ആകുമെന്നോ
അപ്പോൾ അത് മനുഷ്യരിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് കണ്ടുപിടിച്ചു. പിന്നെ അത് സെഡേറ്റീവായിട്ട് ആനിമൽസിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു ഡ്രഗാണ് സൈലേസിൻ. അപ്പോൾ ചില ഈ മാഫിയ ഡീലേഴ്സും അതൊക്കെ സൈലേസിനും ഒപ്പിയോടും രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പം ഈ ഒപ്പിയോട് അഡിക്റ്റ് ആയവർക്ക് തിരിച്ചു കൊടുക്കുന്ന എന്തോ ഒരു കെമിക്കലുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പക്ഷേ ഈ ഒപ്പിയോടും സൈലേസിനും കൂടെ ചേരുമ്പോൾ അത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇതൊന്നും നിർത്തിയാൽ അവർക്ക് ഭയങ്കര കിക്കാതായിരുന്നു ഒപ്പിയോടും സൈലേസിനും കൂടെ അടിക്കുമ്പോൾ. അപ്പോൾ ഇതൊന്നും നിർത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ലൈക്ക് ലെവലുള്ളൊരു എന്നാ പറയണ്ടേ ആങ്സൈറ്റിയും ഭയങ്കര പ്രശ്നമായിരിക്കും ബ്രെയിന്. അപ്പം ഇതൊരു പ്രശ്നമാണ്, നമ്മൾ അഡിക്ഷനിലോട്ട് നയിക്കും. അപ്പോൾ ഇത് കൂടുതലെടുക്കുമ്പോൾ ഇതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് ബ്രെയിനിൽ. ലൈക്ക് എന്നാ പറയണ്ടേ ഈ കെമിക്കൽസ് കാരണം നമുക്ക് ചിലപ്പോൾ എല്ലാം ഒന്നും നല്ലതല്ലല്ലോ, നമുക്ക് ദോഷങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റേതായ ദോഷങ്ങളുണ്ടാവും. ഇപ്പോൾ കള്ളു കുടിച്ചാൽ ലൈക്ക് കരളടിച്ചു പോകുമെന്ന് പറയുന്നില്ലേ, സിഗരറ്റ് വലിച്ച എംബിസൈമ അതുപോലെയുള്ള പ്രശ്നങ്ങളിലോട്ട് നയിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നത്തിലോട്ട് നയിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ബാൻ ചെയ്യാം എന്ന് തീരുമാനിച്ചത്. എന്നാൽ ആക്ച്വലി ബാൻ ചെയ്യുന്നത് ഒരു നല്ല ഐഡിയ ആണോ? ഇതിനു മുമ്പ് ഒരിക്കൽ അമേരിക്കയിൽ ഇതേപോലെ ആൽക്കഹോൾ ബാൻ ചെയ്തിരുന്നു. ആൽക്കഹോളിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല, 1920 മുതൽ 22 വരെയോ 20 മുതൽ 32 വരെയോ അങ്ങനെ എന്തോ ആണ്. കുറച്ച് കാലം ബാൻ ചെയ്തിരുന്നു. പക്ഷേ അവിടെ ബാൻ ചെയ്തപ്പോൾ ഇപ്പോൾ അമേരിക്കൻ്റെ കാര്യം തന്നെ ആദ്യം പറയാം. അവിടെ ബാൻ ചെയ്തപ്പോൾ കണ്ടുവന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത്രയും കാലം ഇപ്പം യൂസ് ചെയ്യുന്നവരുണ്ടായിരുന്നു. അത് ബാൻ ചെയ്തപ്പോൾ യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്യാതിരിക്കുന്നില്ല, പകരം ബ്ലാക്ക് മാഫിയകൾ ഡെവലപ്പായി വരുവാണ്. ഫോർ എക്സാമ്പിൾ അതിപ്പോൾ നമ്മുടെ കേരളത്തിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ അമേരിക്കൻ്റെ കാര്യം പറയാതെ കേരളത്തിലോട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് എങ്ങനെയായിരിക്കും വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. ഇപ്പം ഫോർ എക്സാമ്പിൾ കേരളത്തിൽ നമുക്ക് നല്ലോണം ടാക്സ് കിട്ടുന്നൊരു മേഖലയാണ് ആൽക്കഹോളിൻ്റെ മേഖല. സോ ആൽക്കഹോൾ ജനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ടാക്സ് ഗവൺമെൻറ്റിനാണ് കിട്ടുന്നത്. എന്നാൽ നേരെ മറിച്ച് ആൽക്കഹോൾ ബാൻ ചെയ്താൽ ഒന്നാമത്തെ പ്രശ്നം കുറേ യൂസ് ചെയ്യുന്നവരുണ്ടാകും. അവർക്കെല്ലാം ഇത് കിട്ടിയില്ലേ വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ ഇളകാൻ തുടങ്ങും, അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാകും. സോ അപ്പോൾ ഈ ചില ബ്ലാക്ക് മാഫിയകളുണ്ട്, അതായത് ഈ ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ചില മാഫിയകൾ, അവർക്ക് അതൊരു അഡ്വാൻറ്റേജാണ്. അതായത് അത് ബാൻ ചെയ്ത സാധനം അവർ ഇല്ലീഗലായി വിൽക്കാൻ തുടങ്ങുന്നു. അത് ഇല്ലീഗലായി വിൽക്കുമ്പോൾ ഉള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഇല്ലീഗലായി വിൽക്കുമ്പോൾ ടാക്സ് പേ ചെയ്യേണ്ട. കാരണം ഗവൺമെൻറ്റിൻ്റെ അറിവിലൂടെ അല്ലല്ലോ വിൽക്കുന്നത്, അവരുടെ പെർമിഷൻസോടെ അല്ലല്ലോ വിൽക്കുന്നത്. അപ്പം ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ ഈ ടാക്സ് പേ ചെയ്യേണ്ടാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്നാ പറയണ്ടേ പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലസ് ടാക്സ് വരത്തില്ല. സോ അത് വിൽക്കുമ്പം പക്ഷേ സാധാരണ അത് വിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു സാധനത്തിന് ടാക്സ് കുറവാണെങ്കിൽ അത് വിൽക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെറിയ പൈസക്ക് ജനങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റും. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ പഴയ പ്രോഫിറ്റിൽ തന്നെ നമുക്ക് അതായത് ടാക്സ് ഉള്ളപ്പോൾ കൊടുക്കുന്ന അതേ പ്രോഫിറ്റ് തന്നെ കിട്ടിയാൽ മതിയെങ്കിൽ നമുക്ക് ജനങ്ങളിലെത്തുമ്പം അതിൻ്റെ റേറ്റ് കുറയ്ക്കാൻ പറ്റും. ജനങ്ങൾക്ക് ചെറിയ റേറ്റിൽ മേടിക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ റേറ്റ് കൂട്ടാം, അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂട്ടും. പക്ഷേ റേറ്റ് കുറയുമ്പോൾ ആൾക്കാർ കൂടുതൽ മേടിക്കുമല്ലോ. അപ്പോൾ കൂടുതൽ ബൾക്കായി മേടിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് പൈസ കുറച്ച് കൊടുക്കാൻ പറ്റുമല്ലോ പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രമുള്ളെങ്കിൽ. പക്ഷേ ഇവരത് കുറയ്ക്കത്തില്ല, ഇവർ ഏകദേശം ആ സെയിം ലെവലിൽ തന്നെ വിൽക്കും. കാരണം എന്തുകൊണ്ടാണ്? ഇത് ഭയങ്കര റിസ്ക് ഉള്ളൊരു പണിയാണ്. ബാക്കിയുള്ള പോലെയല്ല, ഗവൺമെൻറ് അറിഞ്ഞ പ്രശ്നമാണ്, ഇത് റിസ്ക് ഉള്ള പണിയാണ്. അപ്പോൾ റിസ്ക്കിന് വേണ്ടി അവർ ചാർജ് ചെയ്യും. സോ ബേസിക്കലി അതാണ് സംഭവിക്കുന്നത്, റിസ്ക്കിന് അവർ ചാർജ് ചെയ്യും. സോ എന്ത് ചെയ്യും? അവരത് ഇല്ലീഗലായിട്ട് വിൽക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്ന ടാക്സ് ബ്ലാക്ക് മാഫിയ അങ്ങ് അടിച്ചുകൊണ്ട് പോകും. അത് പോട്ടെ, അത് വിട്. ഇവരെന്നിട്ട് എന്ത് ചെയ്യും? ഇത് കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കും അവരറിയാതെ തന്നെ കൊടുക്കാൻ തുടങ്ങും. ഇല്ലെങ്കിൽ അവരറിഞ്ഞുകൊണ്ട് കൊടുക്കാൻ തുടങ്ങും. കാരണം അവരൊന്ന് അഡിക്റ്റീവായാൽ അവർ പിന്നെയും മേടിക്കുമല്ലോ. നമ്മളൊരു ലീഗലായൊരു സാധനം അങ്ങനെ കൊടുക്കണമെന്നില്ല, കാരണം അത് മേടിക്കാൻ ആൾക്കാരുണ്ട്. പിന്നെ ഇതേപോലെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് അഡിക്റ്റീവായ ഇപ്പം ചിലർക്ക് പുറത്ത് പറയാൻ പേടിയായിരിക്കും. ഇപ്പോൾ ഒരു കൊച്ച് അറിയാതെ കഞ്ചാവ് ഉപയോഗിച്ച് പോയി, അവന് ചിലപ്പോൾ പുറത്ത് കിടക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും. പക്ഷേ ചിലപ്പോൾ ഇത് പുറത്തറിഞ്ഞാൽ ചിലപ്പോൾ എനിക്കറിയത്തില്ല ഈ അതിൻ്റെ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിനെ കുറിച്ച്. പൊതുവേ നമ്മളൊരു സാധനം ബാൻ ചെയ്ത് അതിൻ്റെ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസ് പിടിക്കും. ഇപ്പം
അതൊക്കെ ഒരു പോലീസ് കേസ് ആവുമല്ലോ. ഇപ്പോൾ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്ന പൊക്കിയാൽ തന്നെ നമുക്കൊരിക്കലും ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കൊരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകാം. ഇത് കൊച്ചിന് പുറത്ത് പറയാൻ പറ്റിയെന്ന് തന്നെ വരത്തില്ല. ഇത് പാരൻസ് അറിഞ്ഞാലും പാരൻസിന് പുറത്ത് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. പാരൻസിന് ചിലപ്പോൾ ഇതിൻ്റെ കെമിക്കലി എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും അറിയണമെന്നില്ല. ചിലപ്പോൾ പാരൻസ് ലൈക്ക് ഇതറിഞ്ഞിട്ട് അവനോട് കുറേ ദേഷ്യപ്പെടുകയായിരിക്കും ചെയ്യുക. ദേഷ്യപ്പെട്ടെന്ന് വിചാരിച്ച് ലൈക്ക് കിട്ടുന്ന ഡോപ്പമീൻ അതിൽ വരുന്ന എന്നാ പറയണ്ട, ആ ബ്രെയിൻ്റെ കെമിസ്ട്രിയിൽ വരുന്ന മാറ്റങ്ങൾ അത് മാറത്തില്ല. കുറേ ദേഷ്യപ്പെട്ടെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിനെ മെഡിക്കലി തന്നെ അത് ട്രീറ്റ് ചെയ്യേണ്ടുന്നൊരു സംഭവമാണ്. അപ്പം അതിന് വേണ്ടിയുള്ള ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പം എന്നാ പറയണ്ടേ, അത് ഒരു രീതിയിൽ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കൊച്ചുങ്ങളെയൊക്കെ ഈ ബ്ലാക്ക് മാഫിയകൾക്ക് ഇത് കൊടുത്ത് അഡിക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി പൈസ ഒന്നും ഇപ്പോൾ ഏൺ ചെയ്യാത്ത പിള്ളേരൊക്കെ ആണെങ്കിൽ അത് പിന്നെയും മേടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, പൈസ വേണം. പൈസ ഇപ്പോൾ വീട്ടിൽ നിന്ന് കട്ടിട്ടോ അങ്ങനെയൊക്കെ അവർ മേടിക്കാൻ തുടങ്ങും. അതും സമൂഹത്തിലുണ്ടാകുന്നൊരു പ്രശ്നമാണ്. ഇപ്പോൾ അതില്ലെങ്കിൽ തന്നെ ഇത് പിള്ളേരെ കൊണ്ട് വിൽപ്പിക്കും. ഇത് വേറെ ആൾക്കാർക്ക് സപ്ലൈ ചെയ്യും. അപ്പോൾ ആ സപ്ലൈ ചെയ്യുമ്പോൾ ഇവർക്ക് ഒരു മണി കിട്ടും. സപ്ലൈ ചെയ്യുന്നതിൻ്റെ ആ റിസ്കിൻ്റെ മണി, ആ മണി വെച്ച് അവർ പിന്നെ സാധനം മേടിക്കുകയും ചെയ്യും. അത് സപ്ലൈ ചെയ്യുന്ന ഇപ്പോൾ ഒരാൾക്ക് ഒരു സ്കൂളിലുള്ളൊരു കൊച്ചിനെ കിട്ടിയെങ്കിൽ ആ സ്കൂളിലുള്ള വേറെ കൊച്ചുങ്ങളെ അത് ഉപയോഗിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യിപ്പിക്കും, ഇല്ലെങ്കിൽ വിൽക്കാൻ ശ്രമിക്കും. ഒരു ബിസിനസ് സ്ട്രാറ്റജി പോലെ വിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ അതങ്ങ് സ്പ്രെഡായിപ്പോവും. ഇതാണ് നടക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒന്ന് ബാൻ ചെയ്തെന്ന് വിചാരിച്ച് അത് ഇല്ലാതാവുന്നില്ല. അത് ബ്ലാക്ക് മാഫിയയിൽ റൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതറിഞ്ഞ അമേരിക്ക അത് പിന്നെ ബാൻ എടുത്തു മാറ്റിയത്. അതേപോലെ പല കൺട്രീസുണ്ട് ബാൻ എടുത്തു മാറ്റിയത്. ശരിക്കും ബാൻ ചെയ്തിട്ട് ഒരു ഗുണവും ഇല്ല. അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകത്തേ ഉള്ളൂ. പകരം ലീഗലായിട്ട് അതിനെക്കുറിച്ച് അറിവുകൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് കടയിൽ ലഭിക്കുമായിരിക്കും. പക്ഷെ നമ്മൾ മേടിക്കണമെന്നില്ല. അതാരും നമ്മളെ ഫോഴ്സ് ചെയ്ത് മേടിപ്പിക്കാൻ ശ്രമിക്കണമെന്നില്ല. ആ കടക്കാർ ചിലപ്പോൾ ചെയ്തെങ്കിലായി അവർക്ക് പിന്നെയും മേടിക്കുമ്പോൾ പൈസ കിട്ടുമല്ലോ. പക്ഷേ ഒരിക്കലും ഒരു ബ്ലാക്ക് മാഫിയ ഒന്നും ഇതിൻ്റെ പുറകെ ഇറങ്ങണമെന്നില്ല. മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ ചാൻസ് കുറവാണ്. കാരണം അവർക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടത്തില്ല. അവിടെ ടാക്സ് ഉണ്ടെല്ലാം ഉണ്ട്. അവർക്ക് അത്രയും വലിയൊരു പ്രോഫിറ്റ് കിട്ടത്തില്ല. സോ ഇതാണ് അവിടെ ബേസിക്കലി നടക്കുന്നത്. അപ്പം സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ബാൻ ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ ഉപയോഗം നിർത്താനാണ്. പക്ഷേ ബാൻ ചെയ്തു എന്ന് വിചാരിച്ച് ഉപയോഗം നിർത്തണമെന്നില്ല. ഇത് കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ അതിന് പരിഹാരം കണ്ടെത്തേണ്ട വേറെ രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന പല സ്ഥലത്തും സ്പോർട്സ് അതുപോലെയുള്ള സാധനം എൻകറേജ് ചെയ്ത് ഡ്രഗിൻ്റെ യൂസ്, അതായത് അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം എങ്ങനെയുണ്ടാകുന്നത് വെച്ചാൽ അഡിക്ഷൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് വെച്ചാൽ കണക്ഷനാണ്. നമ്മളൊരു സാധനമായിട്ട് അഡിക്റ്റഡായി നിൽക്കുവാണെങ്കിൽ അതിന് ഓപ്പോസിഷൻ എന്ന് പറയുമ്പോൾ കണക്ഷനാണ്. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സാധനത്തുമായിട്ട് അഡിക്റ്റായി പോകുന്നു. അത് നമ്മളെ ഹാം ചെയ്യുന്ന രീതിയിൽ ഇല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് ഡിപ്പെൻഡഡ് ആയി പോകുന്നു. അപ്പോൾ നമ്മൾ വേറെ സാധനമായിട്ട് കണക്റ്റഡ് ആവുകയാണ് ചെയ്യേണ്ടത്. സോ ഫുട്ബോൾ പോലെ ഇല്ലെങ്കിൽ അത് സ്പോർട്സോ അങ്ങനെ വേറെ ആർട്സോ വേറെ എന്തെങ്കിലും രീതിയിൽ കുട്ടികളെ ഈ അഡിക്ഷന് മാറ്റാനുള്ള പ്രവൃത്തികളാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ചെയ്തിട്ട് അത് വിജയിച്ചിട്ടുമുണ്ട്. സോ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഇവിടെ ബാൻ ചെയ്തെന്ന് വിചാരിച്ചത് ഒരിക്കലും ഗുണമാവുന്നില്ല. അപ്പോൾ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ബാൻ ചെയ്യുന്നത് ശരിയാണോ, അതായിരുന്നു ക്വസ്റ്റ്യൻ. ശരി തെറ്റെന്നുള്ളത് നമ്മുടെ ഒരു എല്ലാ സൊസൈറ്റികളിലും ഉണ്ടാകും ശരി തെറ്റുകൾ. അതായത് ആ സൊസൈറ്റിക്ക് നല്ലതായതിനെ ശരി നമ്മൾ പൊതുവേ പറയും, മോശമായത് അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് ശരി തെറ്റുകൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ മോശമായതിനെ നമ്മൾ തെറ്റെന്ന് പറയാം, അത് ചെയ്യുന്ന തെറ്റാണെന്ന് പറയാം. അങ്ങനെയാണ് ശരി തെറ്റുകൾ പറയുന്നത്. അതിൻ്റെ ഫിലോസഫിക്കൽ അതിൻ്റെ ഡെപ്തിലുള്ള വീഡിയോ വേണേൽ വേറെ ചെയ്യാം. അപ്പം ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ശരിക്കും സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ബാൻ ചെയ്യുകയാണോ വേണ്ടത്, അതോ ബാൻ ചെയ്യാതെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ്, സ്പോർട്സ് ഇല്ലേ ആർട്സ് അതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പഠിപ്പ് അതിനകത്തോട്ട് മാത്രമേ പിള്ളേരെ അതിനെക്കുറിച്ച് ഞാൻ വേണേൽ വേറൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പം അതല്ലാതെ ഒന്ന് സ്പോർട്സ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലോട്ടൊന്ന് കണക്ഷൻസ് വേറെ കാര്യമായിട്ട് അതിൽ അഡിക്റ്റഡായി പോകാനല്ല പറയുന്നത്. ലൈക്ക് അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയെന്ന് വിചാരിച്ച് അഡിക്ഷൻ വരണമെന്നില്ല. അതിനെ അഡിക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. അത് ഞാൻ വേണേൽ വേറെ വീഡിയോ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം വേറെ സാധനമായിട്ട് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ഒരു മെഷേഴ്സാണ് ഗവൺമെൻറ്റ്സ് ഉണ്ടാക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രയും നേരം കണ്ട എല്ലാവർക്കും താങ്ക് യു. കുറച്ച് ലെങ്തി ആയിപ്പോയി എന്നറിയാം. അത് ഫുൾ ഡെപ്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. എൻ്റെ ആദ്യം ഉള്ള വീഡിയോകളൊക്കെ മോശമായിരിക്കും എന്നറിയാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ക്രിപ്റ്റൊന്നും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പിന്നെ വരുന്ന ഓരോ വീഡിയോസായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.